പലപ്പോഴും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങി നൽകാറില്ലേ? എന്നാൽ വാങ്ങി നൽകുന്നത് ഐസ്ക്രീം ആണോ അതോ ഫ്രോസൺ ഡെസേർട്ട് ആണോ? ഐസ്ക്രീമിന്റെ അതേ നിറത്തിലും അതേ കളറിലും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഫ്രോസൺ ഡെസേർട്ട് കിട്ടും. ഫ്രോസൺ ഡെസേർട്ടിന്റെ പ്രത്യേകത ഇവ ഐസ്ക്രീം അല്ല. ഇവയ്ക്കകത്ത് ഈ വെജിറ്റബിൾ ഓയിൽ, പ്രത്യേകിച്ച് പാം ഓയിലിനെ ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ട് അതിനകത്ത് മധുരവും ചേർത്ത് ട്രാൻസ് ഫാറ്റ് രൂപത്തിലാണ് ലഭിക്കുന്നത്. വളരെയധികം കരളിന് കേടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണത്. കൊച്ചുകുട്ടികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശരീരം വണ്ണം വെച്ച് വരുന്നതിന് ഇത്തരത്തിൽ ഫ്രോസൺ ഡെസേർട്ടുകൾ കാരണമാകും. നിങ്ങൾ വാങ്ങുന്ന ഐസ്ക്രീം ഫ്രോസൺ ഡെസേർട്ട് ആണോ അതോ ഐസ്ക്രീം ആണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവയുടെ പുറകിൽ വായിച്ചു നോക്കുക. ഐസ്ക്രീം എന്ന് ആ വാങ്ങുന്ന പാക്കിന് പുറത്ത് ഒരിടത്തും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഐസ്ക്രീം ആവാനുള്ള സാധ്യത കുറവാണ്. പുറകിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫ്രോസൺ ഡെസേർട്ട് എന്നോ അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്നോ എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സാമ്പിൾ പാക്കറ്റ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് നിങ്ങൾ 2 മണിക്കൂർ വെച്ച് നോക്കുക. അവിടെ തണുപ്പ് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓയിൽ വേർതിരിഞ്ഞ് നിൽക്കുന്നതും കാണാം. അതിനകത്ത് ക്രീം പോലെ മുകളിൽ പത പോലെ തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അതോടൊപ്പം ഷുഗർ സിറപ്പും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഓയിലിന്റെ അളവ്, പാം ഓയിലിന്റെ അളവ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെജിറ്റബിൾ ട്രാൻസ് ഫാറ്റിന്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇവ കുട്ടികൾക്ക് നൽകരുത്. ആരോഗ്യത്തിന് കേടാണ്.